സന്തോഷമാർഗം എന്ന ഈ പ്രഭാഷണ പരമ്പരയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് പ്രവേശിക്കാനായിട്ട് നമുക്ക് വീണ്ടും ഒരു അവസരം ലഭിച്ചിരിക്കുക. അതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നേട്ടങ്ങൾ കൈവരിക്കുവാനായിട്ട് എല്ലാവർക്കും താല്പര്യമുണ്ട്. അതിനുവേണ്ടി ഉത്സാഹിക്കുന്നവരാണ് മനുഷ്യരിലേറിയ പങ്കും നേട്ടങ്ങൾ കൈവരിക്കുവാനായിട്ട്. ചിലർ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നു. നേട്ടം കൈവരിക്കാനുള്ളതായി അവരുടെ പ്രയത്നത്തിൽ ചിലർ ലക്ഷ്യം കൈവരിക്കുന്നു. ചിലർ ആ ലക്ഷ്യം കൈവരിക്കുവാൻ കഴിയാതെ നിരാശരായി പോകുന്നു. ലക്ഷ്യം കൈവരിച്ചവരിൽ ചിലർ ലക്ഷ്യം കൈവരിച്ചതിൻ്റെ പേരിൽ അഹങ്കാരികളായി മാറുന്നു. മറ്റു ചിലർ അവരുടെ ഉന്നതങ്ങളിൽ വിലസുമ്പോഴും വിനയമുള്ളവരായി ജീവിക്കുന്നു. അപ്പോൾ ലക്ഷ്യം കൈവരിക്കുവാൻ ശ്രമിക്കുന്ന ആളുകൾ ഒരു കൂട്ടർ ലക്ഷ്യം കൈവരിക്കുന്നു, ഒരു കൂട്ടർ ലക്ഷ്യം കൈവരിക്കുന്നില്ല. ലക്ഷ്യം കൈവരിച്ചവരിൽ ഒരു കൂട്ടർ അഹങ്കാരികളായി മാറുന്നു, ഒരു കൂട്ടർ വിനയമുള്ളവരായി മാറുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. സൃഷ്ടാവായ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ടുള്ള പരിശ്രമങ്ങൾക്കാണ് വിജയം പൂർണ്ണമായ രീതിയിൽ കൈവരിക്കാൻ കഴിയുള്ളൂ. അതിന് നമുക്ക് ദൈവാശ്രയ ബോധ്യം അനിവാര്യമാണ്. അത് പലപ്പോഴും മനുഷ്യൻ അവരവരിൽ തന്നെയാണ് ആശ്രയിക്കുക. സ്വന്തം കഴിവിൽ വിശ്വാസം ഉണ്ടെന്ന് തന്നെ തെറ്റൊന്നുമല്ല. സ്വന്തം കഴിവിൽ നമുക്കൊരു ആത്മവിശ്വാസം നല്ല കാര്യമാണ്. അല്ലാതെ എന്നെക്കൊണ്ട് ഒന്നും പറ്റില്ല ചെയ്യുന്നതല്ല, എനിക്കത് കഴിയുമെന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. പക്ഷേ അത് ദൈവത്തെ മറന്നുകൊണ്ടുള്ള ഒരു യാത്രയാകരുത്. ദൈവത്തെ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാകരുത്. അങ്ങനെയുള്ള യാത്ര എൻ്റെ അന്ത്യമൊരിക്കലും ശുഭപര്യവസാനിയാകുകയില്ല. ശുഭകരമായ ഒരു അവസാനത്തിന് ദൈവാശ്രയ ബോധം അനിവാര്യമാണ്. നാം വിഭാവനം ചെയ്യുന്നതായ ഒരു പദ്ധതി പൂർത്തീകരിക്കുവാൻ നമുക്ക് ദൈവസഹായം ആവശ്യമാണെന്ന തിരിച്ചറിവ് നമ്മെ ദൈവാശ്രയ ബോധത്തിലേക്ക് നയിപ്പാനിടയായിത്തീരും. എന്നാൽ നാം നമ്മിൽ തന്നെ വെച്ച് പുലർത്തുന്ന അമിത വിശ്വാസം നമ്മെ അഹങ്കാരികളാക്കിയും ദൈവനിഷേധികളാക്കി മാറ്റുന്നതിന് തർക്കമില്ല. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ച് വിജയങ്ങൾ കൈവരിക്കുവാൻ നമുക്ക് കഴിയണം. മാത്രമല്ല, എത്രമാത്രം വിജയങ്ങൾ ലഭിക്കും തോറും ദൈവത്താൽ ലഭിച്ചതാണെന്നുള്ള ബോധ്യത്തോടുകൂടി ദൈവത്തിന് നന്ദി കരയറ്റി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടും ആ ഉയർച്ച നമ്മളെല്ലാം ദൈവനാമ മഹത്വത്തിനും ദൈവരാജ്യ വ്യാപ്തിക്കും ഉപയോഗിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ കർത്താവ് സഹായിക്കട്ടെ. ഓർക്കുക, അമിതമായ സ്വയാശ്രയബോധവും നമ്മെ അഹങ്കാരികളും ദൈവനിഷേധികളുമാക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ നമുക്ക് ദൈവാശ്രയബോധത്താൽ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും നമ്മൾ വിഭാവനം ചെയ്ത ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനും കഴിയും. അതുകൊണ്ട് ആയുസ്സിന് അവസാന നിമിഷം വരെയും ദൈവത്തിൽ ആശ്രയിച്ചും ദൈവസ്ഥലങ്ങളിൽ നമ്മുടെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടും ജീവിക്കാനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.